അങ്ങനെ ചെയ്യരുത്. അത്തരം ആളുകളോട് ഞാൻ വളരെ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, എന്ത് ചെയ്യണം, വിഷയങ്ങളൊന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷെ വിവരക്കേട് പറയരുത്. വിവരക്കേട് പറഞ്ഞൊന്നും പറയരുത്, വിവരം അറിയാതെ. അപ്പോ ഈ ഖീലക്ക് അള്ളാഹു ഒരു ഖാല മറുപടി വേറെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. മരിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചത്, ഇസ്തഖാമു, നേരായ വഴിയിൽ ജീവിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അവർ പറയുന്ന വാക്കെന്താ, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കല്ലിൻ, വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടല്ലിൻ, വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, സന്തോഷിച്ചോളൂ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് മാലാഖമാർ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എത്രയോ മഹത്തുക്കൾ, എത്രയോ ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്, എത്രയോ മഹത്തുക്കൾ. നമുക്ക് അടുത്തറിയുന്നതാ മഹാനായ ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. വഫാത്താകുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തു പോകിൻ, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്, അവർ സ്ഥലമല്ല, പുറത്തു പോകിൻ. ഇവിടെയുള്ള ആളുകളോടൊക്കെ എന്നെ പഠിപ്പിച്ച ഉസ്താദ് അവിടെ ഉണ്ട്. ആ സമയത്ത് ഞങ്ങളോട് ഉസ്താദ് നേരിട്ട് പറഞ്ഞ വിഷയം പിറ്റേന്ന് രാവിലെ ദർസിലേക്ക് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദാറുദേ പഠിക്കുമ്പോൾ ശംസുൽ അങ്ങനെ പറഞ്ഞു, പുറത്തു പോകിൻ, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്, സ്ഥലം ഒഴിഞ്ഞൊടുക്കിൻ. ആരാ വരുന്ന, എല്ലാവരും മാറിയുന്ന ഇവിടെ ആരും വന്നിട്ടില്ല. ഇനി വരാനുള്ളവർ ആരാണ്? അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കണം, നമുക്കറിയില്ല, മലക്കുകളായിരിക്കണം. അത് കഴിഞ്ഞ് ആ വാങ്കുവിളിയും കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അന്തസ്സിൽ വഫാത്തായ മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത മഹാൻ. ഇസ്തിഖാമത്ത്, ഒരു മനുഷ്യൻ നേർവഴിയിലാണെന്ന് അറിയാനുള്ള വഴി മരണം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കലാണ്. എന്നാലും നമുക്കൊന്നും സംവാദങ്ങൾ നോക്കിയിട്ടൊന്നും ഹക്ക് മനസ്സിലാക്കാൻ പറ്റൂല. സംവാദം കേട്ടിട്ടോ പറഞ്ഞിന് മറുപടിക്ക് മറുപടി, ക്ലിപ്പിന് ക്ലിപ്പോ, അതിന്റെ അപ്പുറത്ത് ക്ലിപ്പ്, ഇത് കേട്ടിട്ടൊന്നും നമുക്ക് ഹക്കുമാത്തിൽ മനസ്സിലാവില്ല. ഒരു മനുഷ്യന്റെ മരണം എങ്ങനെ സംഭവിച്ചു, മരിക്കുമ്പോ എങ്ങനെയായിരുന്നു, അത് നല്ല നിലക്ക് മരിച്ചോ, ആ മനുഷ്യൻ കടന്നു വന്ന വഴി ശരിയാണെന്ന് അവിടെ ബോധ്യപ്പെട്ടു. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. സാധാരണക്കാർ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയില്ലേ, അതും പണ്ഡിതന് ഇതും പണ്ഡിതന്, ഇവർ പറയണത് ഖുർആൻ, ഇത് പറയുന്ന ഹദീസ്, നമ്മളിപ്പോ ഏതാ ചിന്തികരിക്കാൻ? ആ മനുഷ്യനെ നോക്ക്, ആളെ നോക്ക്, ഇവർ ജീവിച്ച വഴി ഏതാണ്, അവർക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അവർ കഴിഞ്ഞു പോയത്. മരണം വരെ ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ട, മരണം വരെ. നമ്മൾ ആരും പുണ്യാളന്മാരെന്ന് ആരെ പറ്റി പറയാൻ പറ്റൂല. മരണം ശരിയാകുന്നവരെ ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടിയിട്ടുണ്ടോ, നല്ല നിലക്ക് വഫാത്തായിട്ടുണ്ടോ, അള്ളാഹു അത് അവർ നല്ലവരാണെന്നതിന്റെ സൂചനയാണത്. കലിമ ചൊല്ലാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടോ, പ്രത്യക്ഷമായ അടയാളമാ. ഒരാൾ കലിമ ചൊല്ലാതെ മരിച്ചു എന്ന് വിചാരിക്കുക, മോശം വിചാരിക്കരുത്, അവർ ചൊല്ലിയിട്ടുണ്ടാവും മനസ്സിൽ, അല്ലേ? പക്ഷെ കലിമ ചൊല്ലാതെ മരിച്ചാൽ മുഅ്മിനാണ്, കലിമ ചൊല്ലി മരിച്ചാൽ മുഅ്മിനാണെന്ന് ഉറപ്പാണ്. ഇതാണ് വിഷയം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും നേർവഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വന്നിട്ട് പറയും, സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലേ, ഞാൻ പോരാണെന്ന് പറയും. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ആർക്കാ നബിയെ മരിക്കാൻ ഇഷ്ടമുണ്ടാവുക? കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരണം വെറുപ്പാണല്ലോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയും, ആയിഷ ബീവി, അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. മരണമാസന്നമായാൽ അല്ലാഹുവിന്റെ മാലാഖമാർ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ, സ്വർഗ്ഗത്തിന്റെ അവർ പോകുന്ന സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ബല, ഞാൻ വരുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നരകത്തെ കാണിച്ചു കൊടുക്കും ചില ആളുകൾക്ക്, ഞാനങ്ങോട്ടില്ല, ആ ഇല്ല എന്ന് പറയുന്നവരെ അല്ലാഹുവിനും ഇഷ്ടമല്ല. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമുണ്ടോ, അള്ളാഹുവിന് അവരെ കാണാനും ഇഷ്ടമായിരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ തോന്നുന്നു വളരെ നല്ല മനുഷ്യന്മാർ അള്ളാഹു പെട്ടെന്ന് മരിപ്പിച്ച് കൊണ്ടുപോകും. ആളുകൾ പറയും,
നല്ല മനുഷ്യന്മാരല്ലേ അള്ളാഹ്ക്കും വേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടം അവരെ തന്നെയല്ലേ, അവരൊക്കെ പെട്ടെന്ന് കൊണ്ടുപോവാണ് അല്ലേ. കുറെ ആൾക്കാരുണ്ടാവും ഫിത്നയും ദുൽമും ചെയ്ത് പടച്ചോനത് മരിച്ചിട്ട് എത്ര റാഹത്തുണ്ടായിരുന്നു വിചാരിക്കുന്നവര് അല്ലേ. അങ്ങനെ ആരെപ്പറ്റി വിചാരിക്കരുതേ. ഒരൊറ്റ മരിക്കണമില്ല, ഓൽക്കറ്റ ആയുസ് കൂടി കൂടി വരികയാണ്. ദുനിയാവ് അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പല അത്ഭുതങ്ങളുണ്ടാവും. അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ അവരെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമായിരിക്കും. അതിന്റെ അർത്ഥം മരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന പോരിനുണ്ടോ. അങ്ങനെ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവരോട് ഖീല, അവരോട് പറയപ്പെട്ടു. ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു. ഖുർആന്റെ മറ്റൊരായത്തെ വ്യാഖ്യാനിക്കുക, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നേക്കോ. മരിക്കുമ്പോൾ പറയാണ് സ്വർഗത്തിലേക്ക് പോരിൻ, സ്വർഗത്തിലേക്ക് പോരിൻ എന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണ്? ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ, എന്റെ സമൂഹം ഇതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ മരിച്ചിട്ടുണ്ട്, എന്നെ അവർ കൊല ചെയ്തവരാണ്, ഞാൻ അവരുടെ ശിക്ഷയ്ക്ക് വിധേയനായവനാണ്, എന്നെ അവർ ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് അല്ലാഹു സ്വർഗം തന്നത് ഞാൻ അവനിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ്. അങ്ങനെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിവരം